खाने का बाद में वो साइड वो पूना में काम मतलब देखो काम अच्छा काम पूरा में वो साइड फिनिश दूसरा साइड जाएगा. കപ്പയ്ക്ക് കേടൊക്കെ ആയിട്ട് വീണ്ടും കപ്പ തന്നെ ഇടുവാണോ? കപ്പയിൽ സ്ഥലം മാറിയല്ലേ ഇടുന്നത്? പാലായില. അപ്പോൾ സ്ഥലം മാറിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ പുതുമണ്ണായതുകൊണ്ട് നമുക്കൊന്ന് കേട് വരികയല്ലെന്നാണ് പ്രതീക്ഷ. ഇവിടെ കപ്പ ഇട്ടിട്ടില്ല ഇതുവരെ അല്ലേ? ഇതിപ്പോൾ വെറുതെ കിടന്ന ഒരു സ്ഥലമാണ്, തരിശായിട്ട് കിടന്ന 10-15 വർഷമായിട്ട് വെറുതെ കിടക്കുക. ഓ, അവിടെ പുതിയ കൃഷിയാണ്. അപ്പോൾ ഈ ചങ്കപ്പം കാടായിരുന്നു, അതെല്ലാം കൂടെ വെട്ടി നിരത്തി ഇനി 2-3 കൂന കത്താനുണ്ട്. അതിന് കത്തിക്കാനുണ്ട്. ഈ മഴയാണ്ട് കത്തിക്കാൻ പറ്റിയില്ല. നല്ല മൂത്ത മണ്ണാണ്, അതുകൊണ്ട് കേടൊന്നും വരികയല്ലെന്നാണ് പ്രതീക്ഷ. ആണോ? അപ്പം ഇതിന് മുന്നൊരുക്കമായിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ചെയ്തേ? മുന്നൊരുക്കമായിട്ട് ആദ്യം നമ്മൾ പുല്ലിന് മരുന്നടിച്ച് കരിച്ചു. മൊത്തം കരിച്ചു കഴിഞ്ഞ് ഇത് ശരിക്ക് ഉണങ്ങിക്കഴിഞ്ഞപ്പം കിറ്റാച്ചിയാണ്, ചെറു കിറ്റാച്ചിയാണ് ഇറക്കിയതിൻ്റെ അകത്ത്. അപ്പോൾ അതെല്ലാം കൂടെ അടിച്ചു കൂട്ടി കുഴി കുത്തി മൂടി, ബാക്കി വന്ന വേസ്റ്റെല്ലാം കൂടെ പെറുക്കി വേരും കണ്ട ഇതിൻ്റെ തടികളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിച്ചു. അപ്പം അന്ന് മഴ പെയ്ത് കഴിഞ്ഞപ്പം കത്താണ്ട് വന്ന ബാക്കി ഒരു 3 കൂട്ടമുണ്ട്. അത് അടുത്ത ദിവസം കത്തിക്കും. വെയിൽ തെളിഞ്ഞാൽ ടയറിട്ടാണ് കത്തിക്കുന്നത്. ടയറിട്ട് കത്തിക്കോളും. ടയറും അതിൻ്റെ അകത്ത് പെട്രോൾ ഒഴിച്ചാൽ തീ കൊടുത്തു കഴിയുമ്പോൾ ഇതിപ്പോൾ ഉണങ്ങി കിടക്കുമല്ലേ, അത് കത്തിക്കോളും അല്ലേ? അപ്പം അതിൻ്റെ ഈ ചാരമാണ് ഈ കാണുന്നത് അല്ലേ, കത്തിച്ചേക്കുന്നതല്ലേ? കത്തിച്ചതിൻ്റെ ചാരമാണ് കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഭയങ്കര മഴ പെയ്തു, ശനിയാഴ്ച പോയിട്ട്. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇടിയിൽ തീർന്നാണ്. അപ്പം മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കുഴച്ചിൽ വന്നുകൊണ്ട് ഒരാഴ്ചത്തേക്ക് പണി നിർത്തി വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുമ്മായി വല്ലതും ഇട്ടോ ഇതിനകത്ത്? കുമ്മായിട്ടില്ല, ഇനിയിപ്പോൾ വാമിടുന്നുണ്ട്. വാമിട്ടാണ് നടാൻ നേരത്ത് വാമിടും അല്ലേ? അല്ലാണ്ട് ചാണകപ്പൊടിയോ കോഴിവളമോ ഒന്നും ഇടുന്നില്ല? ചാണകപ്പൊടി കപ്പ മുളച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചുറ്റും വകഞ്ഞ് വെക്കുള്ളൂ, അല്ലാണ്ട് അടിസ്ഥാന വളമായിട്ടൊന്നും ചെയ്തില്ല. അടിസ്ഥാന വളം നല്ല മൂത്ത മണ്ണായതുകൊണ്ട് നല്ല ഉളക്കുറുണ്ട്, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കപ്പ മുളച്ചു കഴിയുമ്പോൾ ഇതിന് വകഞ്ഞ് ചാണകം 2-3 കൈ എടുത്ത് ഇതിന് ചുവട്ടിലിട്ട് മൂടും. അപ്പോൾ ഇനി കപ്പ തന്നെ നമ്മൾ വെട്ടി ഒടിച്ചാണ് ഇടുന്നത്, അല്ലെങ്കിൽ അറുത്ത് മുറിച്ചാണ് ഇടുന്നത്? എങ്ങനെ ഇടുന്നത്? ഞാൻ പാക്കത്തേക്ക് വെട്ടി ഒടിക്കാറുള്ളൂ. പഴയ രീതി തന്നെയാണ്? പഴയ രീതിയാണ്, അതിൻ്റെ ആവശ്യമുള്ളൂ. പുതിയ രീതിയൊന്നും അവലംബിക്കുന്നില്ല? പുതിയ രീതി എന്ന് പറഞ്ഞാൽ കപ്പത്തണ്ട് ഇടുക എന്നുള്ളതാണല്ലോ അതിൻ്റെ പ്രധാനം. കപ്പത്തണ്ട് മണ്ണിലേക്ക് എത്തുക അല്ലേ? മണ്ണിലേക്ക് എത്തിക്കുക. അപ്പോൾ അതിപ്പം വെട്ടി ഒടിച്ചാണേലും ഇതെല്ലാം വലിയ പ്രയോജനമൊന്നും. എന്നാലും പുതിയ രീതിയിൽ വാം ഉപയോഗിക്കുന്നുണ്ട്. വാം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ 20% ഇതിൻ്റെ വിളവ് കൂടുമെന്ന് പലരും പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് പരീക്ഷിക്കാൻ പോവുക. വാം പരീക്ഷിക്കുക. വേരുപിടുത്തം കൂടും, അതുപോലെയുള്ള വളം വലിച്ചു കൊടുക്കാനുള്ള ടെൻഡൻസി ശക്തി കൂടുമെന്നാണ് പറയുന്നത്. ഇവരൊക്കെ ഭായിമാരാണല്ലേ? ഇവരെല്ലാം ഭായിമാരാണ്. ഇവർക്ക് പണി അറിയായിരുന്നോ? പണി ഇവർക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാനത് കാണിച്ചു കൊടുത്തു. പഠിപ്പിച്ചു. ചിലർക്ക് സ്വല്പം മരിങ്ങോറുണ്ട്, അന്നേരം നമ്മൾ പഠിപ്പിച്ചു. അതൊക്കെ പഠിച്ചോളും. കാണിച്ചു കൊടുത്താൽ മതി. എളുപ്പം ഇവിടെ പഠിക്കും അല്ലേ? പെട്ടെന്ന് പഠിക്കും. അപ്പോൾ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നോക്കി എന്നാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ജാസ്തി മൂട്ട വേണ്ട, മീഡിയം. मतलब मट्टी अंदर, सेम बहर. थोड़ा मट्टी उठा राउंड आता है, राउंड. गोल टाइप थोड़ा मट्टी മണ്ണിലെ വശം പോലെ ഉണ്ടല്ലോ ഈ മണ്ണില്. ഈ മണ്ണ് നല്ല വളസമ്പുഷ്ടമാണെന്നുള്ളതിന്റെ തെളിവാണ്. മണ്ണിലെ ഉള്ളതുണ്ടല്ലേ? മണ്ണിലെ ഉള്ളത്. രാസവളപ്രയോഗം നടത്തിയിട്ടില്ല. ഒരു 15 വർഷമായിട്ട് വെറുതെ കിടക്കുന്നു, ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആ താഴെ കളച്ചപ്പോഴും മണ്ണിനെ കിട്ടി. അപ്പോൾ ഈ മുകളിലുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. രാസവളമൊന്നും അധികം പ്രയോഗിക്കാത്തതുകൊണ്ട് ആ മണ്ണിലൊക്കെ ചാക കിടക്കും. ഇപ്പോൾ ഈ മണ്ണിലുള്ള തോട്ടം നോക്കിയെടുത്ത് കഴിഞ്ഞാൽ വിളവ് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ടോ? പിന്നെ അത് എല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ടെന്നുള്ളതിൻ്റെ തെളിവായി മണ്ണിലുണ്ടെങ്കിൽ അസുഖങ്ങളും കുറവായിരിക്കും അല്ലേ? അസുഖം കുറവാണ്, ജൈവസമ്പുഷ്ടമാണ്. അപ്പോൾ ഇതിന് പ്രതിരോധശേഷി കൂടുതലുണ്ടാവും ചെടികൾക്കല്ല.
അപ്പോൾ നമ്മൾ ഈ തോട്ടമൊക്കെ എടുക്കാൻ നേരത്ത് മണ്ണിനുള്ള തോട്ടം തിരഞ്ഞെടുക്കാം. മണ്ണ് അപ്പോൾ നമുക്കറിയത്തില്ല, എന്നാലും ഏതാണ്ട് നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ, അറിയാൻ പറ്റും. ആ അപ്പോൾ വളക്കുറവുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കും. ആ कहने बाद में वो साइड वो पूना में काम, मतलब देखो काम अच्छा काम पूरा में, वो साइड फिनिश, दूसरा साइड जाएगा. पकड़ो अट्टे इसमें पकड़ो, वो भाई देखो अच्छा काम है, वो हमें देखो काम बढ़ो, वो हमें देखो काम बढ़ो. अच्छा अच्छा सुंदर, मतलब काम देखो बुद्धि वर्किंग. सीधा पकड़ो, घास पूरा गड्ढा में पकड़ो. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.